അപ്പൊ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് വിഷയത്തിലും മാതൃകാപരമായ സമീപനമാണ്. അതാ മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് തങ്ങൾ പറയുകയാണ്, ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുന്നാ ഇദാ ജലസ്നാ ഇലൈഹി ഇൻ അഖദ്നാ ബിഹദീസിൻ ഫീ ദിക്രിൽ ആഖിറ അഖദ മഅനാ. നബി തങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ നബി തങ്ങൾ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. വഇൻ അഖദ്നാ ഫീ ദിക്രി ദുനിയാ, ഭൗതികമായ കാര്യങ്ങൾ സംസാരിച്ചാലോ അഖദ മഅനാ ഫീ ദിക്രി ദുനിയാ, ദുനിയാവിന്റെ കാര്യം പറയാനും തങ്ങൾ ഞങ്ങളോടൊപ്പം കൂടാറുണ്ട്. ഞാനതൊന്നും പറയില്ല, ഞാനൊരു നേതാവല്ലേ, ഞാൻ ലോകത്തിന്റെ നേതാവല്ലേ, ഞാൻ വലിയ ആളല്ലേ, ഈ ലോകം പടക്കപ്പെടാൻ നിമിത്തമായ ആളല്ലേ എന്ന ചിന്തയില്ല. ഭൗതികമായ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചാലും നബി തങ്ങൾ ഞങ്ങളോടത് സംസാരിക്കാറുണ്ട്. വഇൻ അഖദ്നാ ഫീ ദിക്രി തുആമി വശറാബ് അഖദ മഅനാ, ഞങ്ങൾ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞാൽ, പാനീയത്തെ കുറിച്ച് പറഞ്ഞാൽ, മന്തിയെ കുറിച്ച് പറഞ്ഞാൽ, കബ്സയെ കുറിച്ച് പറഞ്ഞാൽ, മറ്റു വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തങ്ങളും അത് പറയാൻ കൂടാറുണ്ട്. പാനീയങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് പറയാൻ തങ്ങൾ കൂടാറുണ്ട്. ഈ സ്വഭാവം എത്ര ആളുകൾക്കുണ്ട്? ചില ആളുകൾക്ക് ഒരു ഗർവാണ്, അയാൾ വല്ലാതൊന്നും സംസാരിക്കൂല. സംസാരം കുറയിൽ നല്ല തന്നെ, യാതൊരു സംശയവുമില്ല. ഒരാളെ സംസാരം എത്ര കണ്ട് കുറഞ്ഞു അത്രയും നല്ലതാണ്. പക്ഷേ അത് മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്ന രീതിയിലാകാൻ പാടില്ല. അയാളെ പരിഗണിച്ചുകൊണ്ടാവണം. സംസാരത്തിന് പല ദൂഷ്യങ്ങളും. ആഫത്തുൽ ലിസാൻ, നാവിന്റെ വിനകൾ 20 ഇമാം ഗസാലി ഇഹ്യായിൽ എണ്ണിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. നാവിന് 20 ദൂഷ്യങ്ങൾ ഉണ്ട് എന്നാണ്. അതിൽ ആദ്യ ദൂഷ്യം, ആദ്യ വിപത്ത് അൽ കലാമു ഫീമാ ലാ യഅനീഹി, അനാവശ്യ സംസാരം. അനാവശ്യ സംസാരം എന്ന് പറഞ്ഞാൽ തെറിയല്ല, ആവശ്യമില്ലാത്ത സംസാരം. മസലൻ, ഉദാഹരണം എന്താണ്? ഞാൻ ഏർവാടിയിൽ പോയി, സിയാറത്തിന് പോയതാണ്. ഏർവാടിയിൽ പോയി അവിടെ നിന്ന് വന്ന് ഞാൻ ഇവിടെ കൂടെയുള്ള ആളുകളോട് ആ യാത്രയിൽ കണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇതെന്തിനാ പറയുന്നത്? ഒരാൾ അങ്ങാടിയിൽ പോയി, അയാൾ അയല മേടിച്ചു. ഒരാൾ അയാളെ കണ്ടു. എങ്ങോട്ടാ പോയിരുന്നത്? അങ്ങാടിയിലേക്ക് പോയതാ, മത്സ്യം മേടിക്കാൻ പോയതാ, ചാള കിട്ടിയില്ല, അയല മേടിച്ചു. ഇതൊക്കെ പാഴ്വാക്കുകളാണ്. ഇമാം ഗസാലി പറയാൻ, ആ സമയത്ത് അയാൾക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൂടെ? അയാൾക്ക് സ്വർഗത്തിൽ ഒരു മണിമന്ദിരം കെട്ടിപ്പടുക്കാമായിരുന്നല്ലോ, അത് അയാളെ നഷ്ടപ്പെടുത്തിയില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ സ്വർഗത്തിൽ എത്തിപ്പെട്ട ആളുകളെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ഹദീസിൽ കാണാം, ഒരു തസ്ബീഹ് ചൊല്ലാതെ പോയ നിമിഷത്തെ കുറിച്ചാണ്. സ്വർഗത്തിൽ അദദു ദറജിൽ ജിനാൻ, സ്വർഗത്തിന്റെ തട്ടുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആയത്തുകളെ കണക്കനുസരിച്ച് തട്ടാണ്. അപ്പൊ വലിയ ദറജയിലുള്ള ആളുകളെ കാണുമ്പോ ഒരു തസ്ബീഹ് അധികം ചൊല്ലിയിരുന്നെങ്കിൽ എനിക്കും അവിടെ കയറാമായിരുന്നല്ലോ. ഞാൻ ആ യൂട്യൂബിൽ ആ കോമഡി കണ്ട സമയത്ത് ഒരു 10 സ്വലാത്തിൽ ഇരുന്നെങ്കിൽ. അപ്പൊ അങ്ങനൊക്കെ ജീവിക്കാൻ പറ്റുമോ? കാലം അങ്ങനെയായി പോയിട്ടുണ്ട്. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? ചില ആളുകൾ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും അനുവദിക്കൂല. എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറഞ്ഞാൽ അതിനോടും സഹകരിക്കൂല. ഭക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അതും സഹകരിക്കൂല. അയാൾ ഇങ്ങനെ മുഖം കനപ്പിച്ച് വലിയ ആളായിട്ട് ഇരിക്കുകയാണ്. ഇതൊന്നും അഷ്റഫുൽ ഖൽഖിന്റെ മാതൃകയല്ല. ഞങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ തങ്ങളത് പറയാറുണ്ട്. എന്നിട്ട് മഹാനായ ജാബിർ ബിൻ സമുറ തങ്ങളോട് ഒരാൾ ചോദിച്ചു, അകുൻത തുജാലിസു റസൂലല്ലാഹ്, നിങ്ങൾ നബി തങ്ങളോട് കൂടെ ഇരിക്കാറുണ്ടായിരുന്നോ? അതെ, ഇരിക്കാറുണ്ട്. നഅം കാന തുവീല സുംതി, നബി തങ്ങൾ ദീർഘമൗനിയായിരുന്നു. വകാന അസ്ഹാബുഹു യതനാശദൂന ശിഅറ ഇൻദഹു,
സ്വഹാബത്ത് നബി തങ്ങളുടെ അടുക്കൽ പാട്ട് പാടും. നബി തങ്ങൾ അത് കേട്ടിങ്ങനെ ആനന്ദിക്കും. ജാഹിലിയ്യത്തിലെ പാട്ടുകൾ പാടാൻ പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ വിനയമുള്ള സ്വഭാവമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. നമ്മൾ പകർത്തേണ്ട സ്വഭാവം. ഒരു ദിവസം തങ്ങൾ ഇങ്ങനെ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുക. തങ്ങൾ ഹദീസ് പറയുമ്പോ ആ വീടൊന്നാകെ ജനങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. ഇനി ഒരാൾക്കും അവിടെ സ്ഥലമില്ല. അപ്പൊ സ്വഹാബിയായ ജരീർ റളിയല്ലാഹു അൻഹു വന്നു. മഹാനവറുകൾ സ്ഥലമില്ലാത്തത് കൊണ്ട് പുറത്തിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുണ്ടെടുക്കുന്നു, എറിഞ്ഞു കൊടുക്കുന്നു. യാ ജരീർ, അതിന്മേ ഇരിക്കൂ. പക്ഷേ മഹാനവറുകൾ ഇരുന്നില്ല. അഷ്റഫുൽ ഖൽഖിന്റെ മേനിയുട്ടിയ വസ്ത്രത്തിൽ ഇരിക്കാനുള്ളതല്ലോ ഞാൻ. അതെടുത്തു ചുംബിച്ചു. ചരിത്രമാണ്. നോക്കൂ നിങ്ങൾ, ഒരാളെയും പരിഗണിക്കാത്ത രീതിയല്ല, എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയാണ്. ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാൽ യാ റസൂലല്ലാഹ്, സ്വഹാബാക്കളോ ഭാര്യമാരോ ആരെങ്കിലും വിളിച്ചാൽ മറുപടി എന്താണ്? ലബ്ബൈക് 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 എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകൾ വലിയവർക്ക് നൽകുന്ന മറുപടിയാണത്. അഷ്റഫുൽ ഖൽഖിനേക്കാൾ വലിയവർ ഇവിടെ വേറെ ആരാണ്? ഒരാളുമില്ല. വിനയത്തിന്റെ മകുടോദാഹരണമാണ്. തന്നെക്കാൾ എത്രയോ താഴെയുള്ള സ്വഹാബാക്കൾക്ക് മറുപടി കൊടുക്കുന്നു ലബ്ബൈക്. തന്നെക്കാൾ വലിയവർക്ക് കൊടുക്കേണ്ട മറുപടിയാണ്. നബി തങ്ങളുടെ വിനയമാണ്.